ശരി, വോട്ടുണ്ടല്ലോ അല്ലേ? ആര് ജയിച്ചാലും കിട്ടുന്ന പെൻഷന് കിട്ടിയിരിക്കണം. അതെ, പെൻഷന്റെ കാര്യത്തിൽ നമ്മള് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. വോട്ട് വേ പെൻഷൻ റേ. CP ജോൺ ജയിക്കും. CP ജോൺ നല്ലൊരു വ്യക്തിയാണ്. മുൻകാലങ്ങളിൽ വളരെ ചെറുപ്പകാലം തൊട്ട് DYFIയുടെ അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ DYFIയുടെ പ്രസിഡന്റായി. അത് കഴിഞ്ഞ് MP രാഘവനോടൊപ്പം പാർട്ടി വിട്ട് ഐക്യമുന്നണിയോട് ചേർന്ന് 20-30 വർഷത്തോളം കാലം ഐക്യമുന്നണിയുടെ കരുത്തും ആവേശവുമായി മാറിയ CP ജോൺ തിരുവനന്തപുരത്തിന് എന്നും അഭിമാനമാണ്. CP ജോൺ ജയിക്കുമെന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല. 10,000-ൽ അപ്പുറം വോട്ടിന് CP ജോൺ ജയിക്കും. 10,000 വോട്ടിനെങ്കിലും CP ജോൺ ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഉറപ്പാണ്. വോട്ടുണ്ടല്ലോ അല്ലേ? ഉറപ്പാണ്. സാധാരണക്കാരന്റെ വിഷയം എന്താ? സാധാരണക്കാരൻ ഒരുപാട് വിഷയങ്ങളിൽ ഈ സർക്കാർ 10 കൊല്ലം ഭരിച്ചിട്ട് സാധാരണക്കാരൻ എന്താണ് നേട്ടം? ഇവിടെ പാവപ്പെട്ട എന്നെ പോലെയുള്ള, ഞാനൊരു വർഷാപ്പ് ജോലിക്കാരനാണ്. എന്നെ പോലെയുള്ള ഒരു ഒട്ടനവധി ആൾക്കാർക്ക് ജോലിയിലും ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഗ്യാസിൻ്റെ തന്നെ ആൾക്കാർ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാം പ്രതിഫലനവും ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമാണ്. CP ജോൺ ഇവിടെ സുരക്ഷിതമാണ്. CP ജോൺ ജയിക്കും എന്നുള്ളതിന് ഏറ്റവും മാറ്റവും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അതെ, UDF സ്ഥാനാർത്ഥി. അതെ, CP ജോൺ ജയിക്കും. UDF ആണ്. UDF സ്ഥാനാർത്ഥിയുടെ പേരെന്നാ? CP ജോൺ ജയിക്കും. എന്തുകൊണ്ട്? ഇപ്പോഴങ്ങനെയാണ്. അവരുടെ LDFന്റെ ഭരണം 10 വർഷം കൊണ്ട് എല്ലാവരും അനുഭവിക്കില്ലേ? അതെ, അതുകൊണ്ട് ഒരു മാറ്റം വേണം. സാധാരണക്കാരന്റെ വിഷയം എന്തൊക്കെ? പല ബുദ്ധിമുട്ടുകളുണ്ട് ഇവരെ വന്നപ്പോൾ. സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി ഉറപ്പാണ് ഇപ്പൊ ഇവിടെയൊക്കെ പറയുന്ന ഇത്. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറി തരുന്നവരാരായാലും ജയിച്ചാൽ നല്ലതാണ്. ഇപ്പൊ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ വിഷയങ്ങള് പെൻഷനൊക്കെ 2,000 ആക്കി ഒക്കെ തരണേ. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞു. 3,000 ആക്കുമെന്നൊക്കെയാ UDF പറയുന്നത്. ബസ് പല വാഗ്ദാനങ്ങളും പറയുന്നു. KSRTC ബസ്സിലൊക്കെ ഫ്രീ ആയിട്ട് യാത്ര പറയുന്നു. അതൊന്നും നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റൂല. ഈ അവസരം ആയതുകൊണ്ട് പറയുന്നത് എന്നൊന്നും അറിഞ്ഞൂടാ. ശരി. പിന്നെ ആര് ജയിച്ചാലും നമുക്ക് വിഷയമല്ല. നമ്മൾ കഷ്ടപ്പെട്ട നമുക്ക് ജീവിക്കാം. പിന്നെ 2,000 രൂപ ഇപ്പൊ തരുന്നു. അത് വലിയ പുണ്യം. 500 തന്നോണ്ടിരുന്ന് ഇപ്പൊ 2,000 തരുന്നു 2-3 മാസം. അപ്പൊ എല്ലാരും കണക്കാന്നാ ചേച്ചി പറയുന്നത്? എല്ലാരും നമുക്കതേ ഉള്ളു. എല്ലാരും കണക്ക് തന്നെ. ആര് ജയിച്ചാലും നമ്മളിതാ ഇപ്പൊ വീട്ടു ജോലിക്കാണ് ഞാൻ പോയിട്ട് വരണത്. ഇത് ചെയ്താൽ നമുക്ക് നിത്യവർത്തി കഴിയാം. ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ 2,000 രൂപ കിട്ടുന്നോണ്ട് മരുന്നെങ്കിലും വാങ്ങിക്കാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ചോണ്ടാണ് നമ്മൾ ജോലിക്ക് വരുന്നത്. അല്ലാതെ ഇപ്പൊ ആര് ജയിച്ചാലും അവരെന്തിന് കുട്ടക്കണക്കിന് വാരി തരുമോ? അവരെ കൂടെ അവർക്കും കൊള്ളാം. അല്ല, നമുക്കൊന്നുമില്ല. പിന്നെ വോട്ടിടാൻ നേരത്തെ കിടക്കണ അമ്മച്ചി എടുത്ത് പിടിച്ച് ആട്ടായില്ലെങ്കിലും കയറ്റിക്കൊണ്ട് വോട്ടിടും. അപ്പൊ അമ്മച്ചിക്ക് പുറത്തൊന്ന് പോകാം. അമ്മച്ചിക്ക് പുറത്തു പോകാം വോട്ടിടാനായിട്ട്. അതെ, വോട്ടിട്ടതിന് ശേഷം പിന്നെ അമ്മച്ചി എങ്ങനെയാ തിരിച്ചു പോകുന്നതെന്നൊന്നും അവര് നോക്കും. അവർക്ക് നോക്കേ വേണ്ട. അവിടെ തന്നെ തള്ളിട്ട് പോകും. നിങ്ങൾക്ക് വേണേ നിങ്ങൾ വീട്ടിൽ പോയി. അതെ, മെഷീൻ വരെ അമ്മച്ചിയെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ശരി. അതെ, അപ്പൊ ആരാ ജയിക്കാൻ സാധ്യതയുള്ളത്? സാധ്യത നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആര് കൊണ്ടുപോകുന്നോ ആര് കൊണ്ടുപോകില്ല. ഇവിടെ സിറ്റിയിൽ ആര് ജയിക്കാനാ സാധ്യത? എന്റെ വീട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFന്റെ ആണ് വരുന്നത്. CP ജോൺ ജയിക്കുന്നാണ് ഉദ്ദേശം. അതെ, പിന്നെയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അതെ, ശരി. വോട്ടുണ്ടല്ലോ അല്ലേ? ആര് ജയിച്ചാലും കിട്ടുന്ന പെൻഷന് കിട്ടിയിരിക്കണം. അതെ, പെൻഷന്റെ കാര്യത്തിൽ നമ്മള് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അത് കിട്ടിയാലേ മരുന്നാലും ഭാഗ്യമാക്കും. ഒന്നാമതൊരു കാല് സുഖമില്ലാത്തതാണ്. അപ്പൊ ഇതൊക്കെ കിട്ടുന്നെങ്കിലേ നമ്മളെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. വോട്ട് വേ പെൻഷൻ റേ.